ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇച്ചിരി കപ്പ ബിരിയാണി തിന്നാനായിട്ട് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇച്ചിരി കപ്പ ബിരിയാണി ഉണ്ടാക്കി. 1 കിലോയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലും ബീഫ് ഇറച്ചിയും കൂടെ 1 കിലോയേ ഉള്ളൂ. 1 കിലോ കപ്പയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എല്ലും ഇറച്ചിയും കൂടെ ഒന്നിച്ചാണ് മേടിച്ചത്. രണ്ടും കൂടെ 1 കിലോയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊരു 3-4 പ്രാവശ്യം കഴുകി ഒരു അരിപ്പയ്ക്കകത്ത് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല എല്ലാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ കപ്പ ബിരിയാണി തയ്യാറാക്കുന്നത് കേട്ടോ. ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുരുമുളക് പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി, ഒരു 8-10 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും, ഒരു 3 സവോളയും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ എല്ല് വേവിക്കുന്നത് കുക്കറിലാണ്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചതായ സവോളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. സവോളയൊക്കെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പം നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇളക്കിയൊന്ന് സെറ്റായിട്ട് വരട്ടെ. ആ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. നമുക്ക് ഇത് കണ്ടോ, വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കാം. ഇളക്കി ആ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കാം. നന്നായിട്ടൊന്ന് കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. എല്ലും കപ്പയ്ക്ക് നല്ലതാണ് കേട്ടോ കറിവേപ്പില. അതിൻ്റെ കൂടെ ഞാൻ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുവാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് ഇളക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തു വെച്ച ആ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുവാണ്. പൊടികളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി പൊടിയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഈ കുക്കറിലോട്ട് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ കുക്കറിനകത്തോട്ട് മുഴുവനായിട്ട് ബീഫ് എല്ലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. ഇളക്കിയൊന്നും എല്ലായിടത്തും ഒന്ന് ഈ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് വരണം കേട്ടോ. അരപ്പൊക്കെ പിടിച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ എല്ലൊക്കെ നന്നായിട്ട് വേകണമല്ലോ. ഇറച്ചിയിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങും, എന്നാലും എല്ല് നന്നായിട്ട് വേകണം. അപ്പോൾ ഞാനിത് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 8 വിസിലടിക്കട്ടെ കേട്ടോ. ഈ സമയം ഞാൻ കപ്പയും കൂടെ കുത്തി അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കപ്പയ്ക്ക് അരയ്ക്കാനുള്ള അരപ്പും കൂടെ എടുത്തിട്ടുണ്ട്. വലിയൊരു പിടി തേങ്ങയും മഞ്ഞളും വെളുത്തുള്ളിയും കാന്താരിയും കൂടെ എടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതേപോലെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കപ്പ ബിരിയാണിക്ക് ചേർക്കാനുള്ള തേങ്ങ ഇന്ന് വറുത്തെടുക്കാം കേട്ടോ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇതേപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് എടുത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് കപ്പയ്ക്കകത്ത് ഇളക്കുമ്പോൾ അത് സെറ്റായിക്കോളും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് ബീഫും എല്ലും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കതൊന്ന് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കപ്പ നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ. കപ്പ ഇത് നന്നായിട്ട് ഊറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരപ്പിട്ട് കൊടുക്കുവാണ്. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് തുടുപ്പ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കാം കേട്ടോ. ഇനി നമ്മുടെ കപ്പയൊന്ന് അടച്ച് വെച്ചേക്കാം. അരപ്പൊക്കെ ഒന്ന് വേകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് 1 മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ചതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ കപ്പകളിൽ നന്നായിട്ട് അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് അരപ്പ് വെന്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. വെന്ത് വെച്ച ബീഫ് ഇതേപോലെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാവേ. കണ്ടോ,
കപ്പയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുവാണേ. മല്ലിച്ചപ്പ് ഈ കപ്പ ബിരിയാണിക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്താൽ ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്, നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് വീണ്ടും ഞാൻ നന്നായിട്ട് കപ്പയൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ കേട്ടോ, ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് കപ്പയും എല്ലും ഒക്കെ ഉള്ളൂ കേട്ടോ. അതിനകത്തോട്ട് ഞാൻ ആ തേങ്ങ വറുത്ത് വെച്ചതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇത് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഈ തേങ്ങ വറുത്തതും കൂടെ ചേർത്തൊന്ന് ഇളക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ എന്താ ഒരു മണമെന്നറിയോ. അപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഒരു കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും കഴിക്കാൻ നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ചിലരൊന്നും കഴിക്കത്തില്ല, എന്നാലും ഞങ്ങളിത് നന്നായിട്ട് കഴിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഈ കല്യാണ വീടുകളിലൊക്കെ തലേ ദിവസം ഈ പോത്തിനെ അറക്കുന്ന സമയത്ത് കപ്പ ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. അതിൻ്റെ എല്ലൊക്കെ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും. താങ്ക് യു.